4 ഉള്ളി ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കുക. 4 ഉള്ളിയോ? 4 വലിയ ഉള്ളി, 4 കിലോ. പരന്ന് കിടക്കുന്നതാണ് ഉത്തമം. ഇനി ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പിടുക. ഈ പ്രാവശ്യം നമ്മൾ മസാല കുറക്കാൻ തന്നെ കാരണം കഴിഞ്ഞ പ്രാവശ്യം മസാല ഏറി എന്ന് പറഞ്ഞ ആശാന്റെ പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മസാല കുറച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മസാല തികയാഞ്ഞാൽ ഞങ്ങളെ പറയാൻ പാടില്ല. അതിൻ്റെ ഉത്തരവാദി ആശാൻ അവർകളാകുന്നു. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി നല്ലോണം വാടിയതിന് ശേഷം മാത്രം തക്കാളി ഇട്ടാൽ മതിയാകും. ഇപ്പോൾ ഉള്ളി ഏകദേശം ചുവന്ന കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇടാനുള്ള തക്കാളിയാണ്. തക്കാളി ഇതാ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇടുക മാത്രമേ ഒരു പണിയുള്ളൂ. അത് ഇപ്പോൾ ചെയ്യുകയാണ്. തക്കാളി മെല്ലെ 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 ഇങ്ങനെ വട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നതാണ് അത്യുത്തമം. കാരണം വട്ടത്തിലാകുമ്പോൾ വട്ടത്തിൽ ഇളക്കിയാൽ മതിയാകുമല്ലോ. ഇനി അത് രണ്ടും കൂടി യോജിപ്പിക്കുകയാണ് നമ്മൾ അടുത്ത പരിപാടി. അപ്പോൾ അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ നമ്മൾ നേരത്തെ കുറച്ച് വെച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഇതിനകത്ത് കൂട്ടി വെക്കുകയാണ്. കുറച്ച് ഇളക്കി വെച്ചിരുന്നു. ബാക്കി അത് ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പുറത്ത് പല പണികളും നടക്കുന്നുണ്ടാവും. അതിലേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഒക്കെ ഇതായതിനു ശേഷം മൂടി വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എന്നാൽ ആവിക്കെങ്കിലും വേവും എന്നാണ് മുദീർ പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മൂടി വെക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കറുവമ്പട്ട, ഏലക്ക, പൂവ് ഇവയെല്ലാം ഇട്ട് ഈ ഗ്ലാസ്സിൽ ഇട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അതിനിടയിൽ അത് ഏലക്ക കറുവാമ്പട്ട എല്ലാം കുത്തി എടുക്കണം. ഇതിലേക്ക് കുത്തിവെച്ച ഏലക്ക, കറുവാമ്പട്ട, കറുവാമ്പൂവ് എന്നിവ ഇടും. ഓക്കെ. എന്നിട്ട് അത് നന്നായി ഇളക്കുക. ഇപ്പോൾ ആ ഏലക്കും കറുവാമ്പട്ടയൊക്കെ ചേർന്നുള്ള മണമുണ്ടാവും. നല്ലൊരു സ്മെല്ലാകും. ഇതിലേക്ക് ആവശ്യമായ 2 കോഴികളാണ് ആവശ്യമുള്ളത്. അത് രണ്ടിനും ഇങ്ങനെ കുനിച്ചിട്ട് നിർത്തേണ്ടതാണ്. എന്നിട്ട് മുറിക്കേണ്ടതാണ്. അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ അടിച്ചെടുക്കേണ്ടതാണ്. അതിനിടയിലൊന്നും ഇളക്കാനുള്ള അവസരങ്ങൾ മറന്നു പോകരുത്. ഇളക്കിക്കൊണ്ടേയിരിക്കുക. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ മിക്സിയിൽ അടിച്ചെടുത്ത മിശ്രിതം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. റെഡിയായതിനു ശേഷം അതിലേക്ക് ആ മിശ്രിതം എടുക്കേണ്ടതാണ്. മിശ്രിതം ഉള്ളി, ഇഞ്ചി, മുളക് എന്നിവ അരച്ചത്
കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഏറിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പല ആളുകൾക്കും പരാതി ഉണ്ടായിരുന്നു. എന്നാൽ ഈ എപ്പിസോഡിൽ ഏറാതെയുള്ള ഒരു ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ശബ്ദ കോലാഹലങ്ങൾക്കിടയിലും തളരാതെ പോരാടുകയാണ് ഈ രണ്ട് ചെറുപ്പക്കാർ എന്നൊരു ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നത് നന്ന്. ഇതിലേക്ക് പുതിന, ചപ്പ് എന്നിവ ഇടേണ്ടതാകുന്നു. അരിഞ്ഞിട്ട് ഇടുകയാണ് ഏറ്റവും ഉത്തമം. അതിലേക്ക് ചപ്പ്, പുതിന എന്നിവ അരിഞ്ഞു വെച്ചത് ഇടുകയാണ്. ഇട്ടതിന് ശേഷം എപ്പോഴും പറയുന്നത് പോലെ ഇളക്കേണ്ടതാണ്. ഏത് നേരം ഇങ്ങനെ പറയാൻ ഒഴിവുണ്ടാകുന്നതല്ല, ഇളക്കാൻ ഇനി പ്രത്യേകം പറയുന്നതല്ല, മറക്കരുത് ഇളക്കാൻ. 10 ഗ്ലാസ് അരി എടുക്കുക. അരി നന്നായി കഴുകുക. കോഴി മുറിക്കുന്നത് വലിയ കഷ്ണങ്ങളാക്കുകയാണ് നല്ലത്. അതാണ് ലാഭം. കാരണം അതിൽ കൂടുതൽ കഷ്ണങ്ങളുണ്ടാവും, ഇറച്ചി ഉണ്ടാവും. കഷ്ണം കുറവാണെങ്കിലും ഇറച്ചി കൂടുതലുണ്ടാവും. മറ്റൊരു അടുപ്പ് എടുത്തുകൊണ്ട് അതിലേക്ക് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 2 സബാദി ഒഴിക്കുക. സബാദി ഒഴിക്കേണ്ടതാണ്. സബാദി എന്ന് പറഞ്ഞാൽ തൈര് എന്നാണ് നമ്മുടെ നാട്ടിലേക്ക് പറയുന്ന മറ്റൊരു എന്താ പറയുക. അത് നന്നായിട്ട് ഇളക്കുക. ഇളക്കാനുള്ളത് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതല്ല. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി പാത്രമാണ്. മതി. കാരണം മഞ്ഞ കളറുണ്ടാകുന്നതിനും പിന്നെ എന്തെങ്കിലുമൊക്കെ ആവുന്നതിനും നല്ലതാകുന്നു മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ഇടുക. മതിയാവും. അതും ഇതുപോലെ ഇളക്കുക. അടുത്തത് മുഷക്കൽ പൊടി എന്ന് പറഞ്ഞാൽ മുളക്, കുരുമുളക്, ഏലക്ക, കറുവാമ്പട്ട, മഞ്ഞൾപ്പൂ എന്നിവ എല്ലാം കൂടി അടങ്ങിയ ഒരു പൊടിയാണ് മുഷക്കൽ. അതും 1 സ്പൂൺ ഇടുക. അതിനുശേഷം കുറച്ച് മുളക് പൊടി, അതും 1 സ്പൂൺ. ഇത് എരിവ് കൂടുതൽ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ടാൽ മതിയാവും. അതിലേക്ക് ചിക്കൻ മസാല ഈസ്റ്റേണ്ടായിരിക്കുന്ന അതിൽ അത്യുത്തമം. ഏകദേശം 2 സ്പൂൺ ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. ഇത് ഇളക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കാവുന്നതാണ്. അത്യുത്തമായിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. ബിരിയാണി മസാല 1.5 ടീസ്പൂൺ. 1.5 ടേബിൾ സ്പൂൺ ഇട്ടാൽ 1.5 ടീസ്പൂൺ ഇട്ടാലൊന്നും ഒന്നും ആവില്ല. ബിരിയാണിയുടെ ഒരു സ്മെല്ലൊക്കെ വരണ്ടേ, അതിന് 1.5 ടേബിൾ സ്പൂൺ തന്നെ ഇടുക. ഇപ്പോൾ ഏകദേശം ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച കോഴി ഇടും. എൻ്റെ അസിസ്റ്റൻ്റ് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഏതായാലും അത് ഇട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇനി അത് ഇളക്കുകയാണ്. നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇളക്കുന്നത്. അതിങ്ങനെ ഇളക്കി മസാലയൊക്കെ നല്ലോണം ആയതിന് ശേഷം
അത് കുറച്ച് നേരം അടച്ചു വെക്കുന്നതാണ്. ഈ അടച്ചു വെച്ച സമയത്ത് നിങ്ങൾക്ക് ആർക്കും കാണാൻ സാധിക്കുകയില്ല. ഇപ്പോൾ വെള്ളം തിളച്ചിരിക്കുന്നു. അതിലേക്ക് അരി ഇടുകയാണ്. ഇട്ടോ അരിയാണ് ഇടുന്നത്. എൻ്റെ അസിസ്റ്റന്റ് പറഞ്ഞ പോലെ അരിയാണ് ഇടുന്നത്. ഇതിലേക്ക് ഇപ്പോൾ ഇട്ടത് അരിയാകുന്നു. അസിസ്റ്റന്റ് ഓക്കെ. ഊറ്റുക. അതെത്തിനെ പറ്റും. ഇതിലേക്ക് കൊട്ടുക. അത് നന്നായി പരത്തി വെക്കുക. അതിനുശേഷം ഇതിടുക. അലൂമിനിയം ഷീറ്റ് കൊണ്ട് അത് എല്ലാം മറക്കുക. ഇപ്പോൾ ബിരിയാണി ശരിയായി എന്ന് വിചാരിക്കാം. ഇനി ഉച്ചയ്ക്ക് ജുമ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കഴിക്കുന്നതാണ്. ഇവിടെ ദമ്മിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ അതിന്റെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മേലെ ഇരിക്കും.